ഹായ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ജെമിനി CLI എന്ന് പറയണ AI ഏജന്റ്, ടെർമിനൽ ബേസ്ഡ് ആയിട്ടുള്ള AI ഏജന്റ് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനുള്ളിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ജെമിനി CLI എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. ജെമിനി CLI എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. സോ ഗൂഗിളിൻ്റെ തന്നെ ജെമിനി CLIനെ കുറിച്ച് പറയുന്ന പേജിലേക്ക് എത്തും. അവിടെ പോയ ശേഷം നോക്കുകയാണെങ്കിൽ എന്താ ജെമിനി CLI ഡോക്യുമെന്റേഷൻ എന്ന പേജിലേക്ക് പോവുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പം തന്നെ ഒരു ഗിറ്റ്ഹബ് പേജിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്ഷൻ കണ്ടിരുന്നു. അതായത് ഈ ഒരു ഗിറ്റ്ഹബ് പേജിലേക്ക്. സോ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ജെമിനി CLI നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കാണാൻ പറ്റും. സോ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പം നമുക്ക് 2 തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഇൻസ്റ്റാളേഷൻ ഇല്ലാതെ ഡയറക്റ്റ്ലി നമ്മുടെ ടെർമിനലിൽ ജെമിനി യൂസ് ചെയ്യാം NPX ഉപയോഗിച്ചുകൊണ്ടും. അതേപോലെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് NPM ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു ജെമിനി CLI എന്ന് പറയുന്ന ഏജന്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ എന്താ പറയണേ, ഈ ഒരു കമാൻഡ് നമ്മുടെ ടെർമിനലിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം Node.js വേർഷൻ 20 ഓർ ഹയർ. Node.js എന്ന ആപ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ടെർമിനൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ഈ പറഞ്ഞ കമാൻഡ് കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് എന്താ കാണാൻ പറ്റുന്നത്, NPM എന്ന കമാൻഡ് കൊടുക്കുന്ന സമയത്ത് ദ സിസ്റ്റം ഈസ് സെയിങ് ദാറ്റ് NPM എന്ന് പറയുന്ന ഒരു കമാൻഡ് ഒരു ഫംഗ്ഷനോ സ്ക്രിപ്റ്റ് ഫയലോ ഒന്നുമല്ല. അത് എന്തില്ല, അത് നമ്മുടെ ടെർമിനലിന് ഐഡന്റിഫൈബിൾ അല്ല. സോ എന്ത് ചെയ്യണം, നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ NPM കമാൻഡ്സ് നമ്മുടെ ടെർമിനലിൽ റീഡ് ചെയ്യുള്ളൂ. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഗൂഗിൾ സെർച്ച് പോയിട്ട് Node.js ഇൻസ്റ്റാൾ എന്ന് സെർച്ച് ചെയ്യുന്നു. സോ Node.js എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പേജിലേക്ക് നമ്മൾ പോകും. സോ ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സോ ആദ്യത്തെ ലിങ്കിൽ വന്നിട്ടില്ലെങ്കിൽ Node.js ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Node.js ഡൗൺലോഡ് എന്ന്, ഓക്കെ, മുകളിൽ തന്നെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാളർ, അതായത് nodejs.org/en/download എന്ന പേജിൽ എത്തി കഴിയുമ്പോൾ വിൻഡോസ് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. സോ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഏതൊരു ആപ്ലിക്കേഷനും നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Node.js ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ എല്ലാത്തിനും എന്ത് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. പെർമിഷൻസ്, എഗ്രിമെൻറ്റ്സ്, വട്ട് എവർ ദ തിങ് യു നീഡ് ടു അക്സെപ്റ്റ് ദാറ്റ്. സോ എന്ത് ചെയ്യുക, Node.js അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കുക. സോ അങ്ങനെ ഇൻസ്റ്റാളേഷൻ കഴിയുന്ന സമയത്ത് പിന്നെ നമ്മൾ പോയിട്ട് ഈ ഗിറ്റ്ഹബിൽ കാണുന്ന ഈ ഒരു കമാൻഡ് ഉണ്ടല്ലോ, അതായത് NPM install -g ഗൂഗിൾ, ഈ ഒരു ജെമിനി CLI ഇൻസ്റ്റാളേഷൻ കമാൻഡ് ഇനി നമ്മൾ ടെർമിനലിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ വി വിൽ നോട്ട് സീ എ എറർ ഷോയിങ് ദാറ്റ് NPM എന്ന് പറയുന്ന കമാൻഡ് മനസ്സിലാവുന്നില്ല എന്നൊരു എറർ നമുക്ക് കാണാൻ പറ്റില്ല. സോ വി ക്യാൻ വെയിറ്റ്. സോ വി ക്യാൻ സീ ദാറ്റ് Node.js ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അത് ഫിനിഷ് അടിക്കുക. വീണ്ടും നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ആ പറഞ്ഞ കമാൻഡ്, അതായത് നമ്മുടെ ഡോക്യുമെന്റേഷനിൽ കണ്ട കമാൻഡ് ഇല്ലേ, ജെമിനി CLI എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മുടെ ജെമിനി CLI ഇൻസ്റ്റാളേഷൻ കമാൻഡിൽ ഇൻസ്റ്റാൾ ഗ്ലോബലി വിത്ത് NPM എന്ന ഈ ഒരു ഓപ്ഷൻ വീണ്ടും കോപ്പി ചെയ്യുന്നു. ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു, കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. സോ അഗൈൻ യു ക്യാൻ സീ ദാറ്റ് എന്ത് പറ്റിയിട്ടില്ല, വീണ്ടും NPM ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താ, ഓൾറെഡി ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്ത് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ടെർമിനൽ ക്ലോസ് ചെയ്യുന്നു, വീണ്ടും സെർച്ച് ചെയ്യുന്നു. വീണ്ടും ഞാൻ ടെർമിനലിൻ്റെ അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ജസ്റ്റ് സെർച്ച് ടെർമിനൽ ആൻഡ് ഓപ്പൺ ടെർമിനൽ. ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ഇൻസ്ട്രക്ഷൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. നൗ യു ക്യാൻ സീ ദാറ്റ് എന്താ ആ എറർ വരുന്നില്ല. സോ ഇപ്പം നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ആ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് കുറച്ച് സമയം വേണം, കുറച്ചധികം പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ജസ്റ്റ് അവിടെ ഇരിക്കുക, ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കുക. സോ നോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ ജെമിനി CLI എന്ന് പറഞ്ഞ AI ഏജൻറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയി. സോ ഇത് പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ്ലി ജെമിനി എന്ന് അടിക്കാം. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മെയിൻ ഫോൾഡറിലാണ് ഇപ്പോൾ ടെർമിനൽ കിടക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോൾഡറിലേക്ക് ഞാൻ പോകുന്നു. CD ഡെസ്ക്ടോപ്പ് ബാർ ജെമിനി CLI എന്നൊരു ഫോൾഡർ എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. ഞാൻ ആ ഒരു ഫോൾഡറിലേക്ക് പോകുന്നു. സോ ഞാൻ ആ ഫോൾഡറിൽ എത്തിയ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ നമ്മുടെ കമ്പ്യൂട്ടറിൽ ജെമിനി CLI ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആക്സസ് ചെയ്യാൻ എന്തടിച്ചാൽ മതി, നമ്മുടെ ടെർമിനലിൽ നമ്മളുടെ ഫോൾഡറിലേക്ക് പോവുക.
ഫോൾഡറിലേക്ക് പോകാൻ എളുപ്പമാണ്. CD ഡോട്ട് ഡോട്ട് അങ്ങനത്തെ ചെറിയ കമാൻഡ്സ് പഠിച്ചാൽ മാത്രം മതി. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലോ AI അസിസ്റ്റൻസ് വെച്ചോ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. സോ ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. സോ എന്ത് പറ്റും, ജെമിനി നമ്മുടെ സിസ്റ്റത്തിലെ ടെർമിനലിനുള്ളിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. സോ അതിനും കുറച്ച് സമയം എടുക്കും. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ജെമിനി നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ഓപ്പൺ ആയതായിട്ട് കാണാൻ പറ്റും. യു ക്യാൻ സീ ദാറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ ജെമിനി നമ്മുടെ ബ്രൗസറിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ജെമിനി CLI യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ആസ്ക് ദാറ്റ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് സ്പോട്ട്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രൗസർ ലെവൽ ജെമിനി തരുന്ന അതേ ഉത്തരങ്ങൾ ജെമിനി CLIക്ക് തരാൻ പറ്റും. കാരണം ഈ ജെമിനി CLIയുടെ ഉള്ളിൽ ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്ന ടൂൾ അവൈലബിൾ ആണ്. സോ യു ക്യാൻ സീ ദാറ്റ്. ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിൾ സെർച്ച് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോംപ്റ്റിന് ഇപ്പോൾ റെസ്പോൺസ് തരും. അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലക്സ് അല്ല, സിമ്പിളായിട്ട് നമ്മൾ മാനുവലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ജെമിനി CLIനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ /കോപ്പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിലേക്ക്, നമ്മുടെ ക്ലിപ്പ് ബോർഡിലേക്ക് ഇത് കോപ്പി ചെയ്തു. ഇനി പോയിട്ട് നമുക്ക് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് ഈ യൂസ് കേസസിൽ നമ്മുടെ ഡോക്യുമെൻറ്റിലോ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുകൂടാതെ തന്നെ ഞാൻ പറയാണ്, ക്രിയേറ്റ് 10 ഫോൾഡേഴ്സ് വിത്ത് നെയിം ഓഫ് ഫേമസ് ഫുട്ബോളേഴ്സ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ്, അത് ഇൻ ദിസ് ഫോൾഡർ എന്ന് ഞാൻ പറയുകയാണ്. അതായത് ഈ പറഞ്ഞ ഫോൾഡറിനുള്ളിൽ 10 ഫുട്ബോളേഴ്സിൻ്റെ പേര് വെച്ചൊരു 10 ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. മാനുവലായിട്ട് കുറഞ്ഞ ഓപ്ഷൻ 2-3 മിനിറ്റ് എടുക്കുന്ന ഒരു ടാസ്ക്കാണ്. സോ എന്ത് ചെയ്തു, ആദ്യം ജെമിനി എന്താ ചെയ്യുന്നു, ഗൂഗിൾ സെർച്ച് ചെയ്തു, ഈ 10 ഫുട്ബോളറിൻ്റെ പേര് തപ്പി പിടിക്കണം, ഫേമസ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സിൻ്റെ. അത് സെലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, ആ ടൂള് വെച്ചിട്ട് ആ ഒരു ഫുട്ബോളേഴ്സിൻ്റെ പേര് കിട്ടിയ ശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, പോയിട്ട് 10 ഫുട്ബോളറിൻ്റെ പേര് വെച്ചിട്ടുള്ള ഫോൾഡർ ക്രിയേഷൻ നടക്കുന്നു. അതിന് നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും CLI എന്ത് ചോദിക്കും, പെർമിഷൻ ചോദിക്കും. അതിന് പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് കൺസ്ട്രക്ടിങ് എ ഷെൽ കമാൻഡ്. ഷെല്ല് വെച്ചിട്ട് 10 ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്തോ എന്നറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഫയൽ മാനേജർ എടുക്കുന്നു, എൻ്റെ ഡെസ്ക് ടോപ്പിൽ പോകുന്നു, എന്നിട്ട് ജെമിനി CLI എന്ന് പറഞ്ഞ ഫോൾഡറിൽ പോകുന്നു. വെർ ഈസ് ജെമിനി CLI, ഈ പറഞ്ഞ ഫോൾഡർ പോകുന്നു. സോ യു ക്യാൻ സീ ദാറ്റ് 10 ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൽഫ്രഡോ ഡി സ്റ്റ്യാനോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഡീഗോ മറഡോണ, ഗേർഡ് മുള്ളർ, ജോഹാൻ ക്രൈഫ്. സോ യു ക്യാൻ സീ ദാറ്റ്. ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിൽ വേറെ സബ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണോ, യു ക്യാൻ യൂസ് ജെമിനി CLI ഫോർ ദാറ്റ്. അങ്ങനെ മാനുവലായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ജെമിനി CLI വെച്ച് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട്, എങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാം, ഇതിൻ്റെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള യൂസ് കേസസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.